ട്രെയിനിലെ കവർച്ചാ സംഘത്തെ എറണാകുളം റെയിൽവേ പോലീസ് പിടികൂടി. ആലുവയിൽ ട്രെയിൻ യാത്രക്കാരന്റെ ഫോണും പണവും പിടിച്ചു പറിച്ച 6 അംഗ സംഘമാണ് പിടിയിലായത്. മംഗലാപുരത്തേക്ക് പോയ മലബാർ എക്സ്പ്രസിലെ ജനറൽ കോച്ചിൽ ആലുവ ഭാഗത്തുനിന്ന് യാത്ര ചെയ്തിരുന്ന ഒരു യാത്രക്കാരനെ, വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്ത യാത്രക്കാരനെ വടിക്കടിച്ച് വീഴ്ത്തി പണവും മൊബൈൽ ഫോണും കവർച്ച നടത്തിയ കേസിലെ പ്രതികളെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രമുഖമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഏറ്റവും അടിക്കാൻ നിന്നിരുന്ന, അതായത് വടിക്കടിച്ച് നിന്നിരുന്ന ആൾ ഒരു മൈനറായിട്ടുള്ള ആളാണ്. അയാൾ ജൂനയിലാണ്. അയാൾക്കെതിരെ നിരവധി പരാതികളും നിരവധി സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളതാണ്. ഇതിൽ 3 പേർ പെരുമ്പാവൂർ സ്വദേശിയും ജൂനയിൽ ഉൾപ്പെടെ 2 പേർ ആലുവ സ്വദേശിയും ഒരാൾ കളമശ്ശേരി സ്വദേശിയുമാണ്. ബിനിലാണ് വിവരങ്ങളുമായി ചേർന്നത്. ബിനിൽ, ഈ കവർച്ചാ സംഘത്തിന്റെ മറ്റ് വിവരങ്ങൾ എന്തെല്ലാമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്? രതീഷ, ഈ കവർച്ചാ സംഘത്തെ പിടികൂടി അവരുടെ ദൃശ്യങ്ങൾ പകർത്താനായി നമ്മൾ എത്തുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. കാരണം ഈ കവർച്ചാ സംഘത്തിലുള്ളവർ വളരെ ചെറിയ പ്രായത്തിലുള്ളവരാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. അവരെ 20-22 വയസ്സ് മാത്രം പ്രായമായവരാണ് ഈ 5 പേരും. മറ്റൊരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. അതായത് ഈ സംഘം ആലുവ പെരുമ്പാവൂരൊക്കെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ കവർച്ച നടത്തിയിരുന്നു. ഈ ട്രെയിനുകളിലൊക്കെ തന്നെ ഇതിൻ്റെ വാതിൽ പടിയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർ, ആ ഭാഗത്ത് നിന്ന് ഫോൺ വിളിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ ആണ് ഇവർ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. അവർ ആ ഭാഗത്ത് നിന്ന് ഫോൺ വിളിക്കുമ്പോൾ അവരുടെ ഫോൺ തട്ടിപ്പറിച്ചെടുക്കും. അതോടൊപ്പം തന്നെ അവരുടെ കയ്യിലുള്ള പണം പിടിച്ചു പറിച്ചെടുക്കും. അതിന് എതിർത്ത് കഴിഞ്ഞാൽ ഈ സംഘം വന്നവരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് ഇവരുടെ ഒരു മോഡസ് ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്ന പല ട്രെയിനുകളിൽ നിന്നും പരാതികൾ ഉണ്ടാവാതിരുന്നത് കൊണ്ട് തന്നെ ഇവർ സുഗമമായി ഈ കവർച്ച കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ചെറുപ്പക്കാർ. പക്ഷേ ഇപ്പോൾ പിടിവീഴാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഇവർ കവർച്ച ചെയ്തയാൾ ട്രെയിനിൽ നിന്ന് താഴെ വീണ് പരിക്കേറ്റു. അങ്ങനെയാണ് റെയിൽവേ പോലീസിൽ പരാതി വരികയും ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് പോലും കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വലിയ കവർച്ചാ സംഘമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ദൃശ്യങ്ങൾ ഒരു വലിയ വടിയൊക്കെ കാണുന്നുണ്ടല്ലോ. അതും ബിനിൽ പറഞ്ഞ പോലെ വളരെ ചെറിയ പ്രായമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന ആളുകൾ തന്നെയാണ് എന്ന് തോന്നുന്നു. പ്രായപൂർത്തിയാകാത്ത ആളുകൾ ഉൾപ്പെടെ ആ സംഘത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ കയ്യിലൊരു വടിയൊക്കെ കാണുന്നുണ്ട്. ഇവർ കുറേ കാലമായോ ഈ പരിപാടി തുടങ്ങിയിട്ട്? രതീഷ്, ഇവർ കുറച്ചു കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്, പക്ഷേ ഇവർക്കെതിരെ പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ആക്രമണത്തിന് ഇരയാകുന്നത്. ഇവരുടെ നാട്ടിലേക്ക് പോകുമ്പോഴാണ് ഇവരെ ഇത്തരത്തിൽ കവർ ചെയ്യുന്നത്. ആ സമയത്ത് അവർ പരാതികളൊന്നും ഉന്നയിക്കാറില്ല. അതുകൊണ്ട് ഇവർ സുഗമമായി ഈ പരിപാടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവർക്ക് കളി അല്പം പിശകിപ്പോയി. കാരണം ഒരാൾ താഴെ വീണ് പരിക്കേറ്റു. അതോടുകൂടി അത് പരാതിയായി വന്നു. പോലീസ് CCTV ദൃശ്യങ്ങളടക്കം വിശദമായി പരിശോധിച്ചാണ് ഈ 6 അംഗ സംഘത്തെ കുടുക്കിയത്. ഇവരുടെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കുമ്പോൾ ഇവർ നിരവധി ക്രിമിനൽ കേസുകളിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ പ്രതികളായിട്ടുണ്ട് എന്നാണ് പോലീസിന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അറസ്റ്റ്, തുടർ നടപടികളൊക്കെ ഇപ്പോൾ നല്ലതാണ്. കാരണം ഈ ഒരു ചെറുപ്രായത്തിൽ ഇവർ പിടിയിലായില്ലായിരുന്നുവെങ്കിൽ ഇവർ വലിയൊരു കവർച്ചാ സംഘമായി തന്നെ ചിലപ്പോൾ പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസോടുകൂടി ഇവർ നന്നാവട്ടെ എന്ന് നമുക്ക് പറയാം. എന്തായാലും ഇവർ ഉപയോഗിച്ചിരുന്ന ബൈക്ക് അടക്കം ഇപ്പോൾ സംഘത്തെയാണ് എറണാകുളം റെയിൽവേ പോലീസ് പിടികൂടിയത്.